ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. പൗരത്വത്തിൽ പ്രതിഷേധം പലവിധം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. നിലവിൽ കോടതിയിലുള്ള ഹർജി പരിഗണിക്കണമോ എന്ന കാര്യത്തിൽ നിയമോപദേശത്തിന് ശേഷം തീരുമാനമെടുക്കും. കേന്ദ്ര നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയെ UDF-ഉം കോൺഗ്രസും ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14ന്റെ നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കും. ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒന്നും സംസ്ഥാനത്ത് അനുവദിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും. എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെ അവർ നമുക്ക് നോക്കാം, അന്നേരം നോക്കാം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നതിനാണ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധിച്ചവരോട് ശത്രുക്കളെ പോലെയാണ് സംസ്ഥാന സർക്കാർ പെരുമാറിയതെന്നും വിമർശിച്ചു. CAA-ക്കെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരായി കേസുകൾ പിൻവലിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് പോലും 5 കൊല്ലമായി 835 കേസുകളിൽ 69 കേസുകൾ മാത്രമാണ്. 5 കൊല്ലമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരനക്കിയില്ല. കേരളത്തിലും നിയമം നടപ്പാക്കുമെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾക്കാർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ്, അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത്. നിയമം സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്നത് ആശ്വാസകരമാണെന്നും യോജിച്ചുള്ള സമരം വേണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. വിജ്ഞാപനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ CPI കക്ഷി ചേരുമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. അതേസമയം സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം. പൗരത്വ നിയമത്തിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിച്ചു. 2019 സമാനമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി രൂപപ്പെടുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. MSF, SIO, ഐസ തുടങ്ങി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മലയാളികൾ ഉൾപ്പെടെ 150ഓളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ു. ക്യാമ്പസിനുള്ളിൽ കയറിയാണ് പോലീസ് നടപടി. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് പോലും സമ്മതിക്കുന്നില്ല. എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ? ഇതിന്റെ അവസാനം വരെ നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും. ചെന്നൈ ചെപ്പോക്ക് പ്രസിഡൻസി കോളേജിൽ SFIയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥി പ്രതിഷേധം. വിവിധ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അസമിൽ വിദ്യാർത്ഥി സംഘടനകൾ CAA വിജ്ഞാപനം കത്തിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. അതിനിടെ പൗരത്വ നിയമത്തെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിഷേധങ്ങൾക്കെതിരെ രംഗത്തെത്തി. അഭയാർത്ഥികളോടുള്ള ഇഷ്ടമല്ല പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് വിമർശനം. कांग्रेस पार्टी CAA का विरोध करती थी. आजादी के वक्त से कांग्रेस पार्टी और हमारे संविधान निर्माताओं का वादा था कि बांग्लादेश, अफगानिस्तान और पाकिस्तान से जो शरणार्थी आएंगे, जो वहां की प्रताड़ना झेल कर आएंगे, उसको हम നാഗരികത देंगे. പൗരത്വ നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ചട്ടമെന്നും വിജ്ഞാപനമിറക്കിയ സമയം സംശയാസ്പദമെന്നും CPIM പോളിറ്റ് ബ്യൂറോ വിമർശിച്ചു. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതിനു പിന്നാലെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കേന്ദ്ര നീക്കത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാണ്. അസമിൽ പ്രതിഷേധക്കാർ വിജ്ഞാപനത്തിന്റെ പകർപ്പുകൾ കത്തിച്ചു.
പൗരത്വ നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിലൂടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാം. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതക്കാർക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനാവുക. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാരുകൾ നൽകുന്ന പാസ്പോർട്ടിന്റെ പകർപ്പ്, ID കാർഡിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കാനാവുക. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ആരംഭിച്ചത്. ഗുവാഹത്തിയിൽ ഓൾ അസം സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രവർത്തകർ CAA പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. രാജ്യവ്യാപകമായി ക്യാമ്പസുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് MSFും അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായി മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്. 24 ഡൽഹി. കേരളത്തിന് ആശ്വാസം. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയുമെന്ന് നാളെ അറിയിക്കാൻ കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രഖ്യാപിച്ച 13,600 കോടി രൂപ സഹായത്തിൽ 8,000 കോടി ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് കേരളം. കടമെടുപ്പ് പരിധി ഉയർത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ പ്രത്യേക പരിഗണന വേണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേരളത്തിന്റേത് പ്രത്യേക സാഹചര്യമായി കണ്ട് ഈ മാസം 31-നുള്ളിൽ ഒറ്റത്തവണ സഹായ പദ്ധതി രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാരും CPIM-ഉം സ്വാഗതം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരളത്തോട് തോന്നുന്നൊരു മമതയില്ലേ, ഒരു ജാഗ്രത അതില്ലാത്തവരായിപ്പോയോ കേരളത്തിലെ UDF? ഏതായാലും സുപ്രീം കോടതിക്ക് തോന്നിയിരിക്കുന്നു കൊടുക്കേണ്ടതാണെന്ന്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം, UDFന്റെ രാഷ്ട്രീയം അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. സുപ്രീം കോടതി ഇടപെടലിലൂടെ കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കപ്പെട്ടുവെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. അപ്പൊ അതിന്റെ ഭരണഘടനാ പ്രശ്നങ്ങൾ വിശദമായി കേൾക്കേണ്ടതാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടത് എങ്ങനെയാണ്, യൂണിയൻ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാം, അവരുടെ ഭാഗങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങളെല്ലാം കേട്ടെത്തേണ്ടതാണ്. ഇത് പ്രിമോഫേസി അവർക്ക് കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായി കേരളത്തെ സഹായിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഇത് പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഭരണഘടനാപരമായി ഒരു ഫെഡറൽ സ്ട്രക്ചറിനകത്ത് യൂണിയൻ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ, അത് സുപ്രീം കോടതി ഇപ്പോൾ ഉൾക്കൊണ്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ഇളവ് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തിൽ കേന്ദ്രം നാളെ മറുപടി അറിയിക്കും. 32,432 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. 24 ഡൽഹി. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തു. നയാബ് സിംഗിന് പിന്തുണയുമായി 4 JJP MLA-മാർ ചടങ്ങിൽ പങ്കെടുത്തു. ഗവർണർ ബന്ദാരു ദത്താത്രേയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്വതന്ത്ര MLA രഞ്ജിത് സിംഗും BJP നേതാവ് ജയപ്രകാശ് ദലാലും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ മാറ്റമാണല്ലോ ഹരിയാനയിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ സൂചനകളുമില്ലാതെയായിരുന്നു പെട്ടെന്ന് ഈ ഒരു രാഷ്ട്രീയ മാറ്റം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. അല്പം മുൻപ് ഏതാണ്ട് 5:30 മണിയോടുകൂടിയാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തത്. ഒപ്പം 5 MLA-മാരും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. ഇതിൽ 4 MLA-മാർ BJP-യുടേതും ഒരു സ്വതന്ത്ര MLA-യുമാണ് മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒപ്പം മനോഹർ ലാൽ ഖട്ടർ ഇന്ന് ഉച്ചയോടുകൂടി രാജിവെക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ഹരിയാന കേന്ദ്രീകരിച്ചുണ്ടാവുന്നത്. JJP സഖ്യം ഏതാണ്ട് അതിൻ്റെ വിള്ളൽ രൂക്ഷമായിരിക്കുകയാണ്. ഒരു പക്ഷേ അതും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കും. എന്തായാലും ആ ഒരു സമയത്തു കൂടിയാണ് നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നത്. അല്പം മുൻപ് JJP നേതാവ് ദുഷ്യന്ത് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്രയും കാലം ഉപമുഖ്യമന്ത്രിയായി
സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് അതിൽ ഭാഗ്യം കാണുന്നു. ഒപ്പം തന്നെ ഇനിയും ഹരിയാനയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. നിലവിൽ അപ്രതീക്ഷിത രാഷ്ട്രീയ മാറ്റമാണ് ഹരിയാനയിൽ. പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കെ സി വേണുഗോപാൽ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. गुजरात बरदोली एस्ट सिद्धार्थ चौधरी, गुजरात वलसाड आनंद भाई पटेल, मध्य प्रदेश बींद फूल सिंह बरारिया, टीकमगढ़ मध्य प्रदेश पंकज अग्रवाल, मध्य प्रदेश सतना सिद्धार्थ कुशवाहा, मध्य प्रदेश सिद्धि कमलेश्वर पटेल, मध्य प्रदेश मंडला एसटी ओमकार सिंह मार्कम, मध्य प्रदेश छिंदवाड़ा नकुलनाथ, मध्य प्रदेश देवास राजेंद्र मालविया, मध्य प्रदेश दार राधेश्याम मोवल, मध्य प्रदेश खरगोन औरलाल खाटे, मध्य प्रदेश बैतूल रामू ठेकम, देन राजस्थान बीकानेर गोविंद राम मेघवाल. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കെ സി വേണുഗോപാൽ ഇപ്പോൾ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസ് വിൽസൺ, ടി പി ഷംസീർ എന്നിവർക്കെതിരെയാണ് നടപടി. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഷഹദ്, പ്രതിഷേധം കൂടി ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടപടി വരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഉന്മേഷ്, 2 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധം കണക്കിലെടുത്താണ് ഏറ്റവും ഒടുവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. നിലവിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻ വിൽസൺ, ഒപ്പം തന്നെ ടി പി ഷംസീർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ്. കെ സി ബാബു ആണ് ജില്ലാ ഡിവൈഎസ്പി, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷന് മുൻവശത്താണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഇവിടെ UDF-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾ തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കസ്റ്റഡി മരണമാണെന്നും ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ഉപരോധവും അതുപോലെ തന്നെ സമരവും ഉൾപ്പെടെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് വഴങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവങ്ങൾക്ക് ആധാരമായിട്ടുള്ള സംഭവം. കാരണം ഇവിടെ ഒരു ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള ഏതായാലും ഇപ്പോൾ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരികയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് വിവാദ കരാറിൽ KSIDC-ക്കെതിരെയുള്ള SFIO അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിൽ നിന്ന് KSIDC-ക്ക് മാറി നിൽക്കാനാകില്ലെന്ന് SFIO കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് KSIDC കോടതിയെ സമീപിച്ചത്. CMRL, എക്സാലോജിക്, KSIDC തുടങ്ങിയ 3 കമ്പനികൾക്കെതിരെ അന്വേഷണം നടക്കുന്നതായി SFIO കോടതിയെ അറിയിച്ചു. CMRLന്റെ ഓഹരി പങ്കാളികളായ KSIDC ഡയറക്ടറെ വെക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൂടാ എന്നും SFIO കോടതിയിൽ ചോദിച്ചു. ഈ വാദം കോടതിയും അംഗീകരിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമ്പോൾ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത വർദ്ധിക്കുമെന്ന് പറഞ്ഞ കോടതി ഒന്നും മറച്ചുവെക്കാൻ ശ്രമിക്കരുതെന്നും KSIDC-ക്ക് നിർദ്ദേശം നൽകി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അറിവില്ലെന്നും വിവാദമുണ്ടായപ്പോൾ തന്നെ CMRL-നോട് വിശദീകരണം ചോദിച്ചിരുന്നെന്നും KSIDC വ്യക്തമാക്കി. ഹർജി അടുത്ത മാസം 5-ന് വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുകയാണ്. വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. വൈകിട്ട് മുതലുള്ള ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. വേനൽ രൂക്ഷമായതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും വർദ്ധിക്കുകയാണ്. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 100.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. 2023 ഏപ്രിൽ 19 ഉപയോഗിച്ച 102.99 ദശലക്ഷം യൂണിറ്റാണ് സർവകാല റെക്കോർഡ്. എന്നാൽ ഇത്തവണ മാർച്ച് ആകുമ്പോഴേക്കും ഉപയോഗം 100 ദശലക്ഷം പിന്നിട്ടു. വൈകിട്ട് 6 മുതൽ 11 വരെ ഉപയോഗം സർവകാല റെക്കോർഡിലായിരുന്നു. 5031 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ സമയത്ത് ഉപയോഗിച്ചത്. 2023 ഏപ്രിൽ 18 ഉപയോഗമായ 5024 മെഗാവാട്ടാണ് ഇന്നലെ മറികടന്നത്. ചൂട് കൂടുന്നതിനാൽ AC-യുടെ ഉപയോഗം കൂടുന്നതാണ് ഇതിന് കാരണമെന്നാണ് KSEB-യുടെ വിലയിരുത്തൽ. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗം വൈദ്യുതി ബോർഡിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഉപയോഗിച്ചതിൽ 78 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് വാങ്ങിയതാണ്.
ഉപയോഗം വീണ്ടും വർദ്ധിച്ചാൽ കൂടുതൽ വൈദ്യുതി വാങ്ങുകയോ താൽക്കാലിക നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യേണ്ടി വരുമെന്നാണ് ബോർഡിൻ്റെ നിലപാട്. വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വൈകിട്ട് 6 മുതൽ 11 മണി വരെ ജനങ്ങൾ ഉപയോഗം നിയന്ത്രിക്കണമെന്നാണ് ബോർഡിൻ്റെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. മൂന്നാറിലെ പടയപ്പിയെ നിയന്ത്രിക്കാൻ പ്രത്യേക വനംവകുപ്പ് സംഘത്തെ നിയോഗിക്കാൻ ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി. വന്യജീവി ആക്രമണം തടയാൻ കൂടുതൽ പദ്ധതികൾ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം തുടരുകയാണ്. മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകന് ഗുരുതരമായി പരിക്കേറ്റു. പന്നിയാറിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. പൂപ്പാറയിൽ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിച്ചു. 2 മാസത്തിനിടെ 5 പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വനം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർവകക്ഷി യോഗം ചേർന്നത്. RRT വിപുലീകരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിലെടുത്തു. ഇവിടെ RRT ടീം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിലവിൽ 10 RRT ടീമുകളും 2 സ്പെഷ്യൽ ടീമുകളുമാണ് ജില്ലയിലുള്ളത്. അതിനെ ശക്തിപ്പെടുത്തുന്നതിനും സേവനം കൃത്യതയോടുകൂടി ലഭ്യമാക്കുന്നതിനും ഇതിനോടകമായി തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 8:30യോടെയാണ് കൃഷിയിടത്തിൽ വെച്ച് മറയൂർ മംഗളംപാറ സ്വദേശി അന്തോണി മുത്തു തങ്കയ്യനെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. കാലിന് ഗുരുതര പരിക്കേറ്റ അന്തോണി ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെയായിരുന്നു പന്നിയാറിലെ റേഷൻ കടയ്ക്ക് നേരെയുള്ള ചക്കക്കൊമ്പന്റെ ആക്രമണം. അരിക്കൊമ്പൻ 12 തവണ തകർത്ത റേഷൻ കട 5 മാസം മുമ്പാണ് പുതുക്കി പണിതത്. ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗും ആന തകർത്തു. മുൻ അനുഭവങ്ങൾ വെച്ച് സർവകക്ഷി യോഗത്തിൽ പ്രത്യാശയില്ലെന്ന് ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സർവകക്ഷി യോഗത്തിൽ വലിയ പ്രത്യാശയില്ല. പക്ഷേ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ജനരോഷം കണക്കിലെടുത്ത് സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കണം. വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം അടിയന്തരമായി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇടുക്കി രൂപത പൂപ്പാറയിൽ ബഹുജന റാലി നടത്തിയത്. 24 ഇടുക്കി. ഫ്രണ്ട് ന്യൂസിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട്. തമിഴ്നാട്ടിൽ CPIM മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ച കോയമ്പത്തൂർ ഇത്തവണ DMK ഏറ്റെടുക്കും. പകരം ദിണ്ടിഗൽ മണ്ഡലമാണ് നൽകിയത്. അതിനിടെ കഴിഞ്ഞ ദിവസം NDA സഖ്യത്തിലെത്തിയ ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിച്ചു. CPIMന് കോയമ്പത്തൂർ മണ്ഡലം നൽകുന്നത് സംബന്ധിച്ച നേരത്തെ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിലെത്തുമ്പോൾ അവർക്ക് കോയമ്പത്തൂർ നൽകുമെന്നായിരുന്നു ആദ്യ സൂചനകൾ. എന്നാൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്ന ധാരണയിൽ MNM സഖ്യത്തിലെത്തി. ഇതോടെ CPIM 2ാം തവണയും കോയമ്പത്തൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയുടെ പേര് കോയമ്പത്തൂരിൽ ഉയർന്നു വന്നതോടെയാണ് CPIMൽ നിന്ന് മണ്ഡലം DMK ഏറ്റെടുത്തതെന്നാണ് സൂചന. കഴിഞ്ഞ തവണ മത്സരിച്ച മധുരയിൽ ഇക്കുറിയും CPIM സ്ഥാനാർത്ഥി തന്നെ നിൽക്കും. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ DMK സഖ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി കഴിഞ്ഞു. 21 സീറ്റുകളിലാണ് ഇത്തവണ DMK മത്സരിക്കുക. പുതുച്ചേരി ഉൾപ്പെടെ 10 സീറ്റുകൾ കോൺഗ്രസിനും നൽകിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം NDA സഖ്യത്തിലെത്തിയ നടൻ ശരത് കുമാറിന്റെ പാർട്ടിയായ സമത്വ മക്കൾ കക്ഷി BJPയിൽ ലയിച്ചു. ചെന്നൈയിൽ നടത്തിയ പരിപാടിയിലാണ് ലയനം പ്രഖ്യാപിച്ചത്. ചെറിയ പാർട്ടികളെ സഖ്യത്തിലെത്തിക്കാനുള്ള ശ്രമം BJP തുടരുകയാണ്. പാട്ടാളി മക്കൾ കക്ഷിയുമായുള്ള ചർച്ച ഇനിയും എങ്ങും എത്തിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി O പനീർശെൽവവും BJPയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. 24 ചെന്നൈ. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ നൽകാൻ നടപടികൾ സ്വീകരിച്ച് SBI കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നീക്കം. റേഷൻ വിതരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ നാളെ മുതൽ കടകൾ അടച്ചിടുമെന്ന മുന്നറിയിപ്പുമായി റേഷൻ വ്യാപാരികൾ. പോസ്റ്റ് മെഷീൻ തകരാർ ഉൾപ്പെടെ പരിഹരിക്കണമെന്ന ആവശ്യം. പാലക്കാട് മെഡിക്കൽ കോളേജ് IP ബ്ലോക്ക് ഉദ്ഘാടന വേദിയിൽ പ്രതിഷേധവുമായി കോവിഡ് ബ്രിഗേഡ് അംഗങ്ങൾ സ്ഥിരം ജോലി നൽകുമെന്ന ഉറപ്പ് പാലിക്കണമെന്ന ആവശ്യം. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.